ഹലോ ഗായ്സ്, വെൽക്കം ടു സ്കോളർഷിപ്പ് അസ്ല. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ആണ്. ഇറ്റ് ഈസ് എ സ്കോളർഷിപ്പ് അണ്ടർ NSP. ഇത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിന്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ്. ഈ സ്കോളർഷിപ്പ് എമൗണ്ട് വരുന്നത് 3 ലക്ഷമാണ്. എന്ന് വെച്ചാൽ 2 വർഷത്തിൽ 3 ലക്ഷമായിട്ടാണ് സ്കോളർഷിപ്പ് കിട്ടുക. ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ MSCക്ക് അല്ലെങ്കിൽ PGക്ക് പഠിക്കുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിന് ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് MSCക്ക് ചേർന്നിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ 4th ഇയറിൽ ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ദർ ഇസ് നോ ഫാമിലി ഇൻകം ലിമിറ്റ്. ഫാമിലിക്ക് ഇത്ര ഇൻകം ഉണ്ടാവാമെന്നൊന്നും ഇതിനില്ല, ഇൻകം ലിമിറ്റ് ഇല്ല. പിന്നെ only students of regular degree is allowed to apply. റെഗുലർ ആയിട്ട് ഡിഗ്രി ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്റ്റൻസിൽ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ സെൽഫ് ഫിനാൻസ് കോഴ്സസ് പഠിക്കുന്നവർക്കും ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഈ അപ്ലൈ ചെയ്ത കുട്ടികളിൽ നിന്ന് വെറും 1000 കുട്ടികൾക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. അതിൽ തന്നെ 30% ഗേൾസിന് റിസർവ്ഡ് ആണ്. എല്ലാ PG സ്റ്റുഡൻസിനും എന്ന് വെച്ചാൽ ആർട്സിലോ ഹ്യൂമാനിറ്റീസിലോ സോഷ്യൽ സയൻസിലോ ലോയിലോ മാനേജ്മെന്റിലോ സയൻസിലോ എഞ്ചിനീയറിംഗിലോ അതിൽ മെഡിക്കൽ കോഴ്സുകളിലോ ടെക്നിക്കൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ കോഴ്സുകളിലോ അങ്ങനെ ഏത് കോഴ്സിലും PG ചെയ്യുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഡിഗ്രിത്തെ മാർക്ക് മാത്രം വെച്ചായിരിക്കും. പിന്നെ വേറെ NSPയുടെ കീഴിൽ എന്ന് വെച്ചാൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിന്റെ കീഴിൽ ഈ സ്കോളർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ സ്കോളർഷിപ്പ് ഒന്നും വാങ്ങാതിരിക്കണം. എന്ന് വെച്ചാൽ NSPയുടെ കീഴിൽ ഒരു സ്കോളർഷിപ്പ് മാത്രമേ നമുക്ക് ഒരു കുട്ടിക്ക് അവൈലബിൾ ആവുള്ളൂ. പിന്നെ സിംഗിൾ ഗേൾ ചൈൽഡിന് പ്രയോറിറ്റി ഉണ്ട്. സിംഗിൾ ഗേൾ ചൈൽഡ് ആണ് ഇതിൽ സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, scholarships.government.in. പിന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31st October 2025 ആണ്. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 31st October 2025 ആണ്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ NSP പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം OTR ജനറേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. എന്നിട്ട് ഇതിൽ ലോഗിൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡീറ്റെയിൽസ് അതിൽ കൊടുക്കുക. അതിനുശേഷം സ്കോളർഷിപ്സിന്റെ ഒരു ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമുക്ക് വേണ്ട സ്കോളർഷിപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ വേണ്ട ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗായ്സ്.